Hi friends, welcome back to our class. Today I'm going to provide a detailed description about Unit 4, that is the elements of writing. First of all, I have some questions for you. Do you feel any difference when you read different types of writing like stories, newspaper, articles and essays? നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ലൈക്ക് സ്റ്റോറീസ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആൻഡ് എസ്സേസ് ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ടോ? ഒബ്വിയസ്ലി ഇറ്റ് ഈസ് അല്ലേ? ദർ വിൽ ബി സം ഡിഫറൻസസ്. സ്റ്റോറീസ് എൻ്റർടൈൻ അസ്, ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഗിവ് സം ഇൻഫർമേഷൻ, വെറസ് എസ്സേസ് മേക്ക് അസ് തിങ്ക്. എസ്സേകൾ ചിലപ്പോൾ നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് നമുക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. സ്റ്റോറീസ് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കും. ഇങ്ങനെ പല ഡിഫറൻസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈൽ? വൈ ഡു റൈറ്റേഴ്സ് റൈറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റൈൽ? ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ അവർ എഴുതുന്നത് എന്തുകൊണ്ടായിരിക്കും? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബിക്കോസ് ഡിഫറെൻറ്റ് തിങ്സ് നീഡ് ഡിഫറെൻറ്റ് സ്റ്റൈൽസ്. ഓരോന്നിനും ഓരോ സ്റ്റൈൽ തന്നെയാണ് വേണ്ടത്. എപ്പിക്സ് നീഡ് എ ഗ്രാൻഡ് സ്റ്റൈൽ. Serious things demand a serious style. Tragedy needs a tragic style. And comedy needs a comic style. Characters need their own styles. ഇങ്ങനെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സിനും ഡിഫറെൻറ്റ് ടൈപ്സ് സ്റ്റൈൽസ് തന്നെയാണ് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എഴുതാൻ കാരണം. ഇനി നമ്മളിവിടെ ഒരു പുതിയ ടേം പഠിക്കുവാണ്. റെറ്ററിക് എന്ന ടേമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് റെറ്ററിക്? വാട്ട് യു മീൻ ബൈ ദ ടേം റെറ്ററിക്? ആക്ച്വലി റെറ്ററിക് മീൻസ് പെർസ്വേസീവ് ഓർ ഇൻഫ്ലുവൻസീവ് സ്പീച്ച് ഓർ റൈറ്റിംഗ്. നമ്മളെ മനസ്സിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മളുടെ അറ്റൻഷൻ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പീച്ചിനെയോ റൈറ്റിങ്സിനെയോ ഒക്കെയാണ് റെറ്ററിക് എന്ന വേർഡ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ഇറ്റ്സ് പോയിൻറ്റ് ഇഫക്റ്റീവ്ലി. ഇറ്റ് ഓൾസോ മീൻസ് the study of methods employed in speaking and writing effectively and persuasively. വളരെ നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ റെട്രിക് എന്ന വേർഡ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് യു നോ ഇറ്റ് റെഫേഴ്സ് ടു ദ വേസ് വി അഡോപ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ റെട്രിക് മോഡൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വി ഷുഡ് എൻഷുർ ദാറ്റ് ദ റീഡേഴ്സ് ആക്സെപ്റ്റ് അവർ വ്യൂസ്. നമ്മുടെ വ്യൂസ് എല്ലാം റീഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വേണ്ടി അവരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം. അവരുടെ അറ്റൻഷൻ അവരിലേക്ക് നമ്മുടെ എസ്സേ നല്ല അട്രാക്റ്റീവായിട്ട് എത്തിക്കാൻ പറ്റണം. അങ്ങനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി, ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ മോഡ്സ് ഉണ്ട്. റെട്രിക്കൽ മോഡ്സ് എന്നാണ് നമ്മളവയെ പറയുന്നത്. ഇത്തരം കുറച്ച് റെട്രിക്കൽ മോഡ്സിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഈ റെട്രിക്കൽ മോഡ്സ് യൂസ് ചെയ്യുമ്പോഴാണ് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള എസ്സേകൾ അതിൻ്റെ സ്ട്രാറ്റജി എല്ലാം ഷേപ്പ് ചെയ്യുന്നത്. ഓരോ എസ്സേ അതിൻ്റെ സ്ട്രാറ്റജി ഷേപ്പ് ചെയ്യുന്നത് അതിനനുയോജ്യമായ, അതിന് സ്യൂട്ടബിളായ രീതിയിലുള്ള സ്ട്രാറ്റജി റെട്രിക്കൽ മോഡ്സ് സെലക്ട് ചെയ്യുമ്പോഴാണ്, ഓരോ എസ്സേയും അതിൻ്റെ ടോപ്പിക്കിനനുസൃതമായ റെട്രിക്കൽ മോഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് അത് വളരെ ഇഫക്റ്റീവായിട്ട് മാറുന്നത്. ഇങ്ങനെ ഇഫക്റ്റീവാക്കി മാറ്റാൻ പറ്റുന്ന, നമ്മുടെ സ്ട്രാറ്റജിയെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന റെട്രിക്കൽ മോഡ്സിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. റൈറ്റ്. ഫസ്റ്റ് റെട്രിക്കൽ മോഡാണ് നറേഷൻ. ദ ഫസ്റ്റ് വൺ ഇസ് നറേഷൻ. എന്താണ് നറേഷൻ എന്ന് പറഞ്ഞാൽ? റിലേറ്റഡ് ആയിട്ടുള്ള സീക്വൻഷ്യൽ ഓർഡറിൽ, ഈവൻസിനെ സീക്വൻഷ്യൽ ഓർഡറിൽ അല്ലെങ്കിൽ തോട്ട്സിനൊക്കെ ഒരു ഓർഡറിൽ, സീക്വൻഷ്യൽ ഓർഡറിൽ നറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നറേഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ മോഡ് suitable for relating of
സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ഓർ തോട്ട്സ്. ഇവൻസിനെയോ തോട്ട്സിനെയോ ഒക്കെ സീക്വൻഷ്യൽ ഓർഡറിൽ നമ്മൾ റിലേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഫിക്ഷണൽ ഓർ നോൺ ഫിക്ഷണൽ. എന്താ ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും സ്റ്റോറീസ് ഓഫ് ആനിമൽ ഹ്യൂമൻ റിലേഷൻഷിപ്സ്. മൗഗ്ലി എന്ന ക്യാരക്ടറിനെ കുറിച്ചൊക്കെ. മൗഗ്ലി ഫ്രം റുഡിയാർഡ് കിപ്ലിങ്സ് ജംഗിൾ ബുക്ക് is an example of human characters working with animals. We also read incidents where human beings and animals help one another. ഹ്യൂമൻ ബീങ്സും ആനിമൽസും പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. സം സച്ച് സ്റ്റോറീസ് ആർ ഫിക്ഷണൽ ബട്ട് സം ആർ ഫാക്ച്വൽ. ചില സ്റ്റോറികൾ ഫിക്ഷണൽ ആയിരിക്കും. ഫിക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഭാവനാപരമായതായിരിക്കും. സം ആർ നോൺ ഫിക്ഷണൽ വിച്ച് മീൻസ് ഫാക്ച്വൽ ആയിരിക്കും. ഇങ്ങനെ ഓൾ കൈൻഡ്സ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് ടെൽ എ സ്റ്റോറി ക്യാൻ ബി കൺസിഡേർഡ് എ നറേറ്റീവ്. ഒരു സ്റ്റോറി, ഒരു കഥ പറയുന്ന ഇത്തരത്തിലുള്ള എല്ലാ ടൈപ്സ് ഓഫ് റൈറ്റിങ്ങിനെയും നമുക്ക് നറേറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫ്രം ദ വേരിയസ് ബുക്സ് യു ഹാവ് റെഡ് യു മേ ഹാവ് നോട്ടീസ്ഡ് ഹൗ ദേ ഗൈഡ് യു ത്രൂ എ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഇൻ ആൻ ഓർഡർലി മാനർ. എപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ചില സ്റ്റോറീസൊക്കെ വായിക്കുമ്പോൾ ഓർഡർലി മാനറിൽ അതിലുള്ള ഈവൻസിനെ സീക്വൻഷ്യൽ ഓർഡറിൽ അതിനെ ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെൻ യു സേ തിങ്സ് ടു സംവൺ യു ഫോളോ എ പാറ്റേൺ. എ പാറ്റേൺ സിമിലർ ടു ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ സ്റ്റോറീസ് യു റെഡ്. നിങ്ങൾ വായിച്ചിട്ടുള്ള പല കഥകളിലും ഇതേ സിമിലർ പാറ്റേൺ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ, ഒരു ഓർഡർലി പാറ്റേണിൽ ഒരു സ്റ്റോറിയെ നറേറ്റ് ചെയ്യുന്നതിനെ നറേഷൻ എന്ന് നമ്മൾ പറയും. ഫിക്ഷണൽ നറേറ്റീവ്സിന് എക്സാമ്പിൾസ് ആണ് ഷോർട്ട് സ്റ്റോറി, നോവൽസ്, ഫോക്ക് ലോർ, ഓറലി ട്രാൻസ്മിറ്റഡ് സ്റ്റോറീസ് ലൈക്ക് ദാറ്റ്. നോൺ ഫിക്ഷണൽ നറേറ്റീവ്സിന് എക്സാമ്പിൾസ് ആണ് ഓട്ടോബയോഗ്രഫി, ബയോഗ്രഫി, ന്യൂസ് റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ എസ്സേ, recount of incidents and so on. You know, there are some general characteristics in narrative writing. എങ്ങനെയായിരിക്കും അതിൻ്റെ പ്ലോട്ട് ഉണ്ടാവുന്നത്? യൂഷ്വലി ടോൾഡ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ആയിരിക്കും ആ കഥയുടെ പ്ലോട്ട്, അതിൻ്റെ ഈവൻസ് നറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. എപ്പോഴും ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും, ഒരു ഓർഡർലി പാറ്റേണിലായിരിക്കും. പിന്നെ അതിൻ്റെ സെറ്റിംഗ്, ദ ലൊക്കേഷൻ ആൻഡ് ടൈം ഓഫ് ഈവൻറ്റ്സ് സെറ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ടാവും. ക്യാരക്ടേഴ്സ് എപ്പോഴും പീപ്പിൾ ഇൻ ദ നറേറ്റീവ്, പറയുന്ന ആളുകൾ, നറേഷൻ നടത്തുന്ന ആളുകൾ തന്നെയായിരിക്കും ക്യാരക്ടേഴ്സ്. സെൻട്രൽ ക്യാരക്ടർ ഇസ് ദ പ്രൊട്ടാഗണിസ്റ്റ് ആൻഡ് ക്യാരക്ടർ എഗെയിൻസ്റ്റ് ദ പ്രൊട്ടാഗണിസ്റ്റ് ഇസ് ദ ആൻറ്റാഗണിസ്റ്റ്. സെൻട്രൽ ക്യാരക്ടറിനെ നമ്മൾ പ്രൊട്ടാഗണിസ്റ്റ് എന്നും പ്രൊട്ടാഗണിസ്റ്റിനെ ഓപ്പോസ് ചെയ്യുന്ന, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിനെ ആൻറ്റാഗണിസ്റ്റ് എന്നും പറയും. ദെൻ ഒരു നറേറ്റീവ് സ്റ്റോറിയുടെ കോൺഫ്ലിക്റ്റ് എന്തായിരിക്കും? എപ്പോഴും ഓപ്പോസിങ് ഫോഴ്സസ് എക്സിസ്റ്റ് ചെയ്യുന്നത് കാരണം ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. പിന്നീട് അതിൻ്റെ ക്ലൈമാക്സ് എപ്പോഴും ഈ പ്രോബ്ലത്തിന്, ഈ കോൺഫ്ലിക്റ്റിന് ഒരു സൊല്യൂഷൻ ഓഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലൈമാക്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ കഥ പറയാൻ വേണ്ടി, ആ സ്റ്റോറി പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോയിൻ്റ് ഓഫ് വ്യൂ, ഓരോ ആളുകളും നറേറ്റ് ചെയ്യുമ്പോൾ അവരുടേതായ പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും ആ കഥ നറേറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നറേറ്റീവ് റൈറ്റിംഗ്. നിങ്ങളൊരു നറേറ്റീവ് എസ്സേ അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ റീഡേഴ്സിനെ ഹൂക്ക് ചെയ്യാൻ, റീഡേഴ്സിൻ്റെ അറ്റൻഷൻ നന്നായിട്ട് കിട്ടാൻ, അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ വേണം നിങ്ങളത് എഴുതാൻ. ആ ഒരു സ്റ്റൈൽ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. അങ്ങനെ നിങ്ങളെ നറേറ്റീവ് എസ്സേ നല്ല അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഞാനിവിടെ തരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് മേ ഡീൽ വിത്ത് ദ റൈറ്റേഴ്സ് പേഴ്സണൽ എക്സ്പീരിയൻസ്, റൈറ്റ് യൂസിങ് ഐ എന്ന പ്രോനൗൺ യൂസ് ചെയ്തുകൊണ്ട്, പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെയാണ് പറയാനുള്ളതെങ്കിൽ ഐ എന്ന പ്രോനൗൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം. പിന്നെയോ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പണിംഗ് പാരഗ്രാഫിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. എ നറേറ്റീവ് എസ്സേ ഓൾസോ റിവോൾവ്സ് അറൗണ്ട് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ഓപ്പണിംഗ് പാരഗ്രാഫ് ഇൻട്രൊഡ്യൂസസ് ദ സെറ്റിംഗ് ആൻഡ് ദ പ്രൊട്ടാഗണിസ്റ്റ് ആൻഡ് ഹൂക്സ് ദ റീഡർ ടു കണ്ടിന്യൂ റീഡിംഗ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് സെൻട്രൽ ക്യാരക്ടർ പ്രൊട്ടാഗണിസ്റ്റ് ആയിരിക്കും. ആ പ്രൊട്ടാഗണിസ്റ്റിനെ കുറിച്ചും
നിങ്ങളുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചും നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ കൊടുക്കുമ്പോൾ ദറ്റ് വിൽ ഹൂക്ക് ദ റീഡർ ടു കണ്ടിന്യൂ റീഡിങ്. അവരെ അവിടെ പിടിച്ചിരുത്താൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, the body paragraphs are to be arranged with a sense of time. Then the message should be clear in the final paragraph. After all, maintain curiosity in the reader. റീഡറിൻ്റെ മനസ്സിൽ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടാവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കോൺവെർസേഷണൽ എക്സ്പ്രഷൻസ് ക്യാൻ ബി യൂസ്ഡ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള കോൺവെർസേഷണൽ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് റെട്രിക്കൽ മോഡാണ് ഡിസ്ക്രിപ്ഷൻ. Description. You know that what is description? The ability to describe people, places and things is an important skill in communication. നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്കില്ലാണ് ഡിസ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത്. ഓഫൺ വി ആർ ആസ്ക്ഡ് ടു ഡിസ്ക്രൈബ് തിങ്സ്. നമ്മളോട് പലപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യാൻ പറയപ്പെടാറുണ്ട് അല്ലേ? ഇഫ് യു വിറ്റ്നസ് ആൻ ആക്സിഡൻറ്റ് or a fight between two people, the police might ask you to describe what you saw. If the persons involved in the accident or the fight are not present, the police officer might ask you even to describe their appearance. അവരെ കുറിച്ച് പറയാനും ഒക്കെ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. ഡിസ്ക്രിപ്ഷൻ എപ്പോഴും നമ്മുടെ സൈറ്റിനെ, സൗണ്ടിനെ, സ്മെല്ലിനെ, ടേസ്റ്റിനെ, ടച്ചിനെ ഒക്കെ അപ്പീൽ ചെയ്യുന്നതായിരിക്കണം. It should create an impression in the listener or reader. It should be vivid and interesting. In descriptive writing, what stands out is the attitude of the describer to what they describe. ഡിസ്ക്രൈബ് ചെയ്യുന്ന ആൾ എന്താണോ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ഡിസ്ക്രിപ്ഷൻ ഓഫൻ കണ്ടെയ്ൻസ് സബ്ജക്റ്റിവിറ്റി, പേഴ്സണൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളിൻ്റെ ഡിസ്ലൈക്സ്, ലൈക്സ്, സബ്ജക്റ്റിവിറ്റി എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. The words you choose to describe persons and places will show your attitude to them. എപ്പോഴും നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും പേഴ്സണിനെ കുറിച്ചോ ഏതെങ്കിലും പ്ലേസിനെ കുറിച്ചോ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അവരോടുള്ള അല്ലെങ്കിൽ ആ സ്ഥലത്തിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളിൻ്റെ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും അതിൽ എടുത്തു കാണിക്കാറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സബ്ജക്റ്റിവിറ്റി. ഓക്കെ, what you find to be tasty, beautiful, soft, sweet, warm, etc. need not be so to others. നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ സ്വീറ്റ്, നിങ്ങളുടെ വാംത്ത്, നിങ്ങളുടെ സോഫ്റ്റ്നെസ്, ബ്യൂട്ടിഫുൾ, നിങ്ങൾക്ക് തോന്നുന്ന അതേ ഫീലിംഗ് ആയിരിക്കില്ല മറ്റുള്ളവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് യു ക്യാൻ ഓൾസോ ഗിവ് ഓബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻസ് കീപ്പിംഗ് യുവർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് aside. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിലൊക്കെ നിങ്ങളുടെ ലൈക്സും ഡിസ്ലൈക്സും എല്ലാം മാറ്റി വെച്ചിട്ട് ഓബ്ജക്റ്റീവ് ആവാം, സബ്ജക്റ്റീവ് ആവാതെ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് മാത്രം വെക്കാതെ ജനറലൈസ് ചെയ്തുകൊണ്ട് ഓബ്ജക്റ്റീവായിട്ട് നിങ്ങൾക്കതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനിൽ പലപ്പോഴും നിങ്ങളുടെ പേഴ്സണൽ ഇംപ്രഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. വെൻ യു ഡിസ്ക്രൈബ് യുവർ ബർത്ത് പ്ലേസ് യു വിൽ ഡു ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് യു വിൽ ഷോ ഓൾ കൈൻഡ്സ് emotional attachment to it. But another person may describe the place quite differently. നിങ്ങൾക്ക് വളരെ അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരു സ്ഥലത്തിന് മറ്റൊരാൾ ചിലപ്പോൾ ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇഫ് യു വോണ്ട് ടു ഇൻഫോം യുവർ ഓഡിയൻസ് റൈറ്റ് ഓബ്ജക്റ്റീവ്ലി. ഇഫ് യു വോണ്ട് ടു ഇവോക്ക് ഇമോഷൻസ് യൂസ് സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻസ്. അതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. നിങ്ങൾക്ക് എന്തിനേലും കുറിച്ച് ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുടെ ഓഡിയൻസിന് കൊടുക്കേണ്ടതെങ്കിൽ റൈറ്റ് ഓബ്ജക്റ്റീവ്ലി. ഇനി അതല്ല, അവരുടെ ഇമോഷൻസ് ഇവോക്ക് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾക്ക് പറയേണ്ടതെങ്കിൽ യൂസ് സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിസ്ക്രിപ്ഷൻ. ഇപ്പം നമ്മൾ രണ്ട് തരത്തിലുള്ള റെട്രിക്കൽ മോഡ്സ് പഠിച്ചു. ഫസ്റ്റ് വൺ ഇസ് നറേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് rhetorical mode is illustration. What is illustration? Illustration explains something with examples. എന്തെങ്കിലും കാര്യങ്ങൾ ഉദാഹരണ സഹിതം നമ്മൾ വിവരിക്കുന്നതിനെയാണ് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്.
Our general statements in an essay can be clarified if we use proper examples or illustrations. നമ്മൾ കൂടുതൽ നമ്മുടെ ഐഡിയ ക്ലാരിഫൈ ചെയ്യാൻ നമ്മൾ എക്സാമ്പിൾസ് പറയുന്നതിലൂടെ സഹായകമാവും. റൈറ്റ്. ഇപ്പം നമ്മളോട് നമ്മുടെ സിറ്റി ഫേസ് ചെയ്യുന്ന സോളിഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് കാരണം നമ്മുടെ സിറ്റി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞതെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? യു ക്യാൻ യൂസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ദ പൈലിംഗ് വേസ്റ്റ് ഇൻ ദ സ്ട്രീറ്റ് ടു എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ. ഇനി നിങ്ങളോട് ഒരു മെറ്റഫറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദ ബെസ്റ്റ് തിങ് ഇസ് ടു കോട്ട് എ മെറ്റഫർ ഫ്രം എ പോം യു ഹാവ് സ്റ്റഡീഡ്. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ തരുന്നത് അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് കൊടുക്കുമ്പോഴാണ് അത് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുന്നത്. സിമിലർലി ഇഫ് യു ആർ ആസ്ക്ഡ് ടു അനലൈസ് എ ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? യു ക്യാൻ ഗിവ് എ ലോട്ട് ഇല്ലസ്ട്രേഷൻസ് ഫ്രം ദ ടെക്സ്റ്റ് ടു പ്രൂവ് യുവർ പോയിൻറ്റ്സ്. ഇങ്ങനെ എക്സാമ്പിൾസ് പറയുന്നതിലൂടെ നമ്മുടെ പോയിൻറ്റ്സ് ക്ലിയർ ആക്കാൻ വേണ്ടി സാധിക്കും. ഇതിനെയാണ് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇല്ലസ്ട്രേറ്റീവ് റൈറ്റിങ്ങിനെ റെഫർ ചെയ്യാൻ വേണ്ടി പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എക്സംപ്ലിഫിക്കേഷൻ. ദ വേർഡ് എക്സംപ്ലിഫിക്കേഷൻ ഈസ് ഓഫൻ യൂസ്ഡ് ടു റെഫർ ടു ഇല്ലസ്ട്രേറ്റീവ് റൈറ്റിംഗ്. Some of the common features of illustrative writing are: an idea is presented and then it is supported with examples. Examples serve as proof of your statement. Use specific examples. Audience taken into account while selecting examples. നിങ്ങൾ എക്സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസിനെ കൂടി ഓർക്കണം. Use enough examples. Pictures, graphs, charts, etc. can be used. Arrange the examples in order of importance or relevance. ഇമ്പോർട്ടൻസിനനുസരിച്ചായിരിക്കണം നിങ്ങളുടെ എക്സാമ്പിൾസിനെ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്. Maintain the point of view throughout and use transition phrases like for instance, for example, to illustrate, one example, another example. ഇങ്ങനെയുള്ള ട്രാൻസിഷൻ ഫ്രേസസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. This is all about illustration. Next rhetorical mode is argumentation. Actually, argumentative writing is also called persuasive writing. അങ്ങനെയും പറയാറുണ്ട്. One of the main objectives of the argumentative writing is to persuade the reader to think the way the writer thinks. എഴുതുന്ന ആൾ ചിന്തിക്കുന്നത് പോലെ റീഡറിനെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. അതാണ് ആർഗ്യുമെൻറ്റേറ്റീവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇൻ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേസ് യു ഗിവ് യുവർ ഒപ്പീനിയൻ ആൻഡ് വ്യൂസ് ഇൻ എ കൺവീനിയൻസിങ് മാനർ. ഫോർ ദാറ്റ് യു ഹാവ് ടു ബി ലോജിക്കൽ ആൻഡ് ക്ലിയർ. മറ്റുള്ളവർക്ക് കൺവീൻസ് ആവുന്ന രീതിയിൽ വളരെ ലോജിക്കലി ക്ലിയർ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസും വ്യൂസും എല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കണം. യെസ്, എപ്പോഴാണ് ഈ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയുടെ ഒരു പ്രാധാന്യം? ജസ്റ്റ് ഇമാജിൻ ഇഫ് ദർ ഇസ് എ ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ലീഡേഴ്സ് ഓഫ് ടു ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്. യു മേ സപ്പോർട്ട് വൺ. രണ്ടുപേരെയും കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. യു മേ സപ്പോർട്ട് വൺ. യു ഗിവ് എൻ ഒപ്പീനിയൻ വിതൗട്ട് എക്സ്പ്ലെയിനിങ് വൈ യു സേ സോ. എന്തുകൊണ്ടാണെന്ന് പറയാതെ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അൺലെസ് യു എക്സ്പ്ലെയിൻ ദ റീസൺ യുവർ ഒപ്പീനിയൻ റിമൈൻസ് എ മിയർ ഒപ്പീനിയൻ. നിങ്ങൾ ആ ഒപ്പീനിയൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തിടത്തോളം കാലം യുവർ ഒപ്പീനിയൻ റിമൈൻസ് എ മിയർ ഒപ്പീനിയൻ, വെറും ഒരു ഒപ്പീനിയൻ മാത്രമായിട്ട് നിലനിൽക്കും. ആൻ ഒപ്പീനിയൻ വിത്ത് എ വാലിഡ് റീസൺ ഓർ ലോജിക് ബിഹൈൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആൻ ആർഗ്യുമെൻറ്റ്. എപ്പോഴാണ് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? ഒരു ഒപ്പീനിയൻ വാലിഡായിട്ടുള്ള റീസണോടുകൂടി ലോജിക്കലായിട്ട് നല്ല ലോജിക്കോടുകൂടി നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ്, അതിൻ്റെ നിങ്ങൾ പറയുന്ന ഒപ്പീനിയൻസിൻ്റെ പിറകിലുള്ള ലോജിക്ക് എന്താണെന്ന് ക്ലിയർ ആക്കുമ്പോഴാണ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ആൻ ആർഗ്യുമെൻറ്റ്. ആൻ ആർഗ്യുമെൻറ്റ് മേ ബി അബൌട്ട് എനിത്തിങ്. എന്തിനെക്കുറിച്ചും ആവാം. പൊളിറ്റിക്സ്, ബുക്സ്, സ്പോർട്സ് ഓർ മൂവീസ്, അങ്ങനെ എന്തിനെക്കുറിച്ചും നിങ്ങൾക്ക് ആർഗ്യുമെൻറ്റേഷൻ നടത്താം. It may be an academic or non-academic issue. The purpose of an argument is to convince your listener or reader. നിങ്ങളുടെ ലിസണറിന്, നിങ്ങളുടെ ഓഡിയൻസിനെ
കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു ആർഗ്യുമെൻറ്റേഷൻ്റെ പേർപ്പസ് എന്ന് പറയും. ഒരു ആർഗ്യുമെൻറ്റിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു കൺവിൻസ് യുവർ ലിസണർ ഓർ റീഡർ. ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേയിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ള വേർഡ്സ് ആണ് ആർഗ്യുമെൻറ്റ്സ്, അസേർഷൻസ്, പ്രിപ്പോസിഷൻസ്, പ്രിമൈസസ് ആൻഡ് കൺക്ലൂഷൻസ്. Actually, an argument is a argument is a debatable statement which may or may not be agreed by others. ആർഗ്യുമെൻ്റ് എസ്സേ പലപ്പോഴും ഡിബേറ്റബിൾ ആയിരിക്കും. തർക്കസാധ്യത നിലനിൽക്കുന്ന കാര്യങ്ങൾക്കാണ് എപ്പോഴും ആർഗ്യുമെൻറ്റ്. അങ്ങനെ തർക്കസാധ്യത നിലനിൽക്കുന്ന ഒരു പ്രസ്താവന, സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എപ്പോഴും ആർഗ്യുമെൻറ്റ്. എല്ലാവരും അംഗീകരിക്കുന്ന തർക്കമൊന്നും ഇല്ലാത്ത, ഡിബേറ്റബിൾ അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരിക്കലും ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് നടത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി എയർ. അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരിക്കലും നമുക്ക് തർക്കമില്ല. അതുകൊണ്ട് അവിടെ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ഡിബേറ്റബിൾ ആയ വിഷയങ്ങളിൽ മാത്രമാണ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ എഴുതാൻ പറ്റുള്ളൂ. ഡിബേറ്റബിൾ അല്ലാത്തതിൽ എഴുതാൻ പറ്റില്ല. Okay. Here I am giving you some features of argumentative writing. First of all, the author takes a position on or a standpoint in an argument. എപ്പോഴും ഒരു ആർഗ്യുമെൻറ്റിൽ ഓതർ സ്വന്തമായൊരു പൊസിഷൻ, ഒരു സ്റ്റാൻഡ് പോയിൻ്റ് എടുത്തിരിക്കണം. The thesis in an argument is a claim that the author makes. ഓതർ എടുക്കുന്ന ക്ലെയിം, നിലപാടെന്താണോ അതാണ് തീസിസ് എന്ന് പറയുന്നത്. ദ ഓതേഴ്സ് ക്ലെയിം ഇസ് ഓൺലി വൺ സൈഡ്. എന്നാൽ മറ്റൊരാൾക്ക്, അനദർ പേഴ്സൺ മേ ടേക്ക് ദ ഓപ്പോസിറ്റ് സൈഡ്. ദെൻ ദ എയിം ഓഫ് ആൻ ആർഗ്യുമെൻറ്റ് ഈസ് ടു ടേക്ക് ദ റീഡർ ആക്സെപ്റ്റ് ദ ഓതേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ഓതറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ റീഡറും ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാവണം ഒരു ആർഗ്യുമെൻറ്റിൻ്റെ എയിം. The author has to explain why he thinks he is right. അയാൾ ശരിയാണെന്ന് ഓതർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഓതർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. റീസൺസ് ഓഫ് ദ ആർഗ്യുമെൻറ്റ് ഷുഡ് ഹാവ് എവിഡൻസ്. നിങ്ങൾ എന്ത് ആർഗ്യുമെൻറ്റ് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ കാരണമായിട്ട് എവിഡൻസ് കൊടുത്തിരിക്കണം. The author has to think of the possible counter arguments and defend his position. ദെൻ ഒരിക്കലും ഒരു ക്ലെയിമും ഫൈനൽ അല്ല. എ ക്ലെയിം ഇസ് നോട്ട് എ ഫൈനൽ വേർഡ് ആൻഡ് സോ നോ കാറ്റഗറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ്. അതേഴ്സ് മേ റെഫ്യൂട്ട് യുവർ ക്ലെയിം ആൻഡ് ദേ മേ ഹാവ് ദെയർ റീസൺസ്. അതിനും ഉള്ള സ്പേസ് അവിടെയുണ്ട്. മറ്റുള്ളവർക്കും അതിനെ ഇറ്റ് ഈസ് ആക്ച്വലി ഡിബേറ്റബിൾ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും അവരുടെ ക്ലെയിംസ് പറയാനും അവരുടെ റീസൺസ് നിരത്താനുമൊക്കെയുള്ള സൗകര്യം അതിലുണ്ടായിരിക്കും. In subjects like humanities, one thing can be seen from different angles. A poem may have 5 different meanings to 5 different people. അല്ലേ? ഹ്യൂമാനിറ്റീസ് ഒക്കെ പോലെയുള്ള സബ്ജക്ട്സിൽ എപ്പോഴും ഒരേ കാര്യത്തിനെ ഡിഫറെൻ്റ് ആംഗിളിൽ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെയും ഡിബേറ്റബിൾ ആണ്. ദെൻ ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ് ഇസ് ദ മോസ്റ്റ് ഡെമോക്രാറ്റിക് as it opens up more possibilities for further research. നമുക്കറിയാം ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് മെത്തേഡാണ് ആർഗ്യുമെൻറ്റേറ്റീവ് റൈറ്റിംഗ്. കാരണം എന്താ? അത് പുതിയ പുതിയ റിസർച്ചിനൊക്കെയുള്ള വഴി തെളിയിക്കുന്നുണ്ട്, പോസിബിലിറ്റി നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ആൻഡ് ആർഗ്യുമെൻറ്റേഷൻ. ദീസ് ഓൾ ആർ ദ ഫീച്ചേഴ്സ് ഓഫ് argumentative writing. Next rhetorical mode is comparison and contrast. നമുക്കറിയാം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണ് സംഭവം എന്ന്. It is natural for people to look for similarities and dissimilarities. Sometimes you will be asked to compare and contrast two things. Sometimes you may be asked only to compare, sometimes only to see the differences, but sometimes both. The main aim of compare and contrast
essay was to analyze a subject. ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം, എയിം എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നന്നായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പുറത്ത് കാണുന്ന സിമിലാരിറ്റീസിനെയും ഡിസിമിലാരിറ്റീസിനെയും അല്ല പ്രധാനമായിട്ട് നോക്കേണ്ടത്. പിന്നെയോ ഹൈഡ് ചെയ്തിരിക്കുന്ന ഹിഡൺ ആയിട്ടുള്ള കാര്യങ്ങളെയാണ്. ഇറ്റ് ഡസ് നോട്ട് എയിം അറ്റ് stating the outward or obvious similarities and differences, but hidden and subtle ones. Right? Sometimes the essay is fully comparing and contrasting, but sometimes the comparisons and contrasts are included with some other modes. ചില സമയത്തൊക്കെ ഒരു എസ്സേ മുഴുവൻ കമ്പാരിസൺ ആയിരിക്കും, പക്ഷെ ചിലപ്പോഴോ ഈ കമ്പാരിസണിൻ്റെ കൂടെ തന്നെ മറ്റു ചില എഴുത്ത് രീതികളും കൂടെ കൂട്ടിച്ചേർത്തു എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെ മോഡ്സ് പഠിച്ചു? റെട്രിക്കൽ മോഡ്സ്. ഫസ്റ്റ് വൺ നറേഷൻ, സെക്കൻഡ് വൺ ഡിസ്ക്രിപ്ഷൻ, തേർഡ് വൺ illustration, fourth one argumentation, and fifth one compare and contrast, comparison and contrast. And I think this is enough for this session, and we will meet again with the next session with the next topic. Till then, bye.